Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ് കമാൻഡിനെ കുറിച്ചിട്ടാണ്. ലെറ്റ് കമാൻഡിന് അനദർ അരിത്തമാറ്റിക് ടൂൾ യൂസ്ഡ് ഇൻ ബാഷ് സ്ക്രിപ്റ്റിംഗ്. സിമിലർ ടു നമ്മൾ മുന്നേ പഠിച്ച പോലത്തെ ഡോളർ രണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡും പിന്നെ EXPR കമാൻഡ് വെച്ചിട്ടുള്ള മെത്തേഡും. ഇത് കമാൻഡാണ്, ഇതൊരു മെത്തേഡാണ്. പിന്നെ ലെറ്റ് കമാൻഡ് അപ്ഡേറ്റ്സ് വേരിയബിൾ ഇൻ പ്ലേസ്. അവിടെ തന്നെ നമുക്ക് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഫോർ എക്സാമ്പിൾ ലെറ്റ് ടൈപ്പ് ചെയ്തു. ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 5 + 9. ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റിസൾട്ട് എന്ന വേരിയബിൾ അല്ല സ്റ്റോർ ചെയ്തിട്ടുള്ളത്. വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ എപ്പോൾ കിട്ടണമെങ്കിലും ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക, റിസൾട്ട് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. 14 കിട്ടി. അപ്പൊ അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റ് കമാൻഡ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളെ റിസൾട്ട് എന്ന വേരിയബിളിൽ ആ പ്ലേസിൽ തന്നെ 5ഉം 9ഉം കൂടി ആഡ് ചെയ്തിട്ട് 14 ആ പ്ലേസിൽ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് അപ്ഡേറ്റ്സ് വേരിയബിൾ ഇൻ പ്ലേസ്. യു ഡോണ്ട് നീഡ് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസിക് സിൻഡെക്സ് ലെറ്റ് എക്സ്പ്രഷൻ, ലെറ്റ് പിന്നെ എക്സ്പ്രഷൻ, അതായത് ആദ്യം ലെറ്റ് പിന്നെ എക്സ്പ്രഷൻ. അതാണ് നമ്മളിപ്പോൾ കൊടുത്ത എക്സാമ്പിൾ. ഇനി നമ്മൾ ഓർ വിത്ത് കോഡ്സ് സേഫർ ഫോർ സ്റ്റാർ ആൻഡ് സ്പേസസ്. സ്റ്റാർ സ്പേസിനൊക്കെ സ്റ്റാർ പറഞ്ഞാൽ വൈൽഡ് കാർഡ് ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, കോട്ടിന്റെ അകത്തായിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് മുന്നേ കൊടുത്ത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 5 + 39. അതിനുശേഷം റിസൾട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 44 എന്ന് കിട്ടി. അതേപോലെ ലെറ്റ് സി ഈസ് ഈക്വൽ ടു 8 × 9. അതിനുശേഷം എക്കോ ഡോളർ സി സെൻറ്റർ അടിച്ചാൽ 8 × 9 72 കിട്ടി. നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുക. A = 5, B = 5 കൊണ്ട 6 കൊടുത്തു. അതിനുശേഷം എയും ബിയും കൂടി മൾട്ടിപ്ലൈ ആണെങ്കിൽ ലെറ്റ് നമുക്ക് കോട്ടിൽ കൊടുത്തിട്ട് കൊടുക്കണം കുറച്ചുകൂടി നല്ലത്. കോട്ടില്ലാണ്ട് കൊടുത്താലും ഇടയ്ക്ക് റിസൾട്ട് കിട്ടും. അപ്പോ C = A × B. ജസ്റ്റ് എൻ്റർ അടിക്കുക. എക്കോ ഡോളർ സി 5 × 6 13 കിട്ടി. പിന്നെ നമുക്ക് 2 to the power എക്സ്പൊണന്റ് ആയിട്ട് എഴുതണമെങ്കിൽ അതിന് നമുക്ക് ലെറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 2 to the power 2 സ്റ്റാർ കൊടുക്കുക. 4 കൊടുക്കുകയാണെങ്കിൽ 2 × 2 × 2 × 2 16 ആയിരിക്കും അതിന്റെ ആൻസർ. പ്രിന്റ് ചെയ്താൽ എക്കോ റിസൾട്ട് 16 കിട്ടി. അപ്പൊ നമുക്ക് അതിന് വരെ 3 ആണ് കിട്ടേണ്ടിരിക്കുക. ഇത് 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243. അപ്പൊ 3യുടെ പവർ എക്സ്പൊണന്റ് 5 ആയിട്ട് കൊടുത്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 243 കിട്ടിയ. അപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോ ഞാനിപ്പോ ഒരു സി എന്ന വേരിയബിളിൽ 56 ആഡ് ചെയ്തു, ഡി എന്ന വേരിയബിളിൽ 34 ആഡ് ചെയ്തു. ഇനി 56 നിന്ന് 34 മൈനസ് ചെയ്യണമെങ്കിൽ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു സി - ഡി. ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം എക്കോ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. എക്കോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. റിസൾട്ട് ഈസ് ഈക്വൽ ടു, അതിനുശേഷം റിസൾട്ടിന്റെ അകത്തുള്ള വേരിയബിൾ കിട്ടാണെങ്കിൽ ഡോളർ യൂസ് ചെയ്തു റിസൾട്ട് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. റിസൾട്ട് ഈസ് ഈക്വൽ ടു 22. 56 നിന്ന് 34 മൈനസ് ചെയ്താൽ 22 കിട്ടും. പിന്നെ മോഡുലസ് കിട്ടണമെങ്കിൽ മോഡുലസ് യൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ് 31 മോഡുലസ് സിമ്പിൾ ഇതാണ്. മോഡുലസ് പറഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടും? മോഡുലസ് 31 മോഡുലസ് 4 പറഞ്ഞാൽ എത്ര കിട്ടുക? 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 ടൈം കറക്റ്റ് ആയിട്ട് പോകും. 3 റിമൈൻഡർ കിട്ടും. നമുക്ക് റിസൾട്ട് 3 ആയിരിക്കും. റിസൾട്ടിൽ എക്കോ വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുക. എക്കോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡോളർ റിസൾട്ട്. എത്ര? റിമൈൻഡർ 3 ആണ് കിട്ടിയത്. കണ്ട 31 മോഡുലസ് 4 ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി. ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ലെറ്റ് 31 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 7 ആയിരിക്കും കിട്ടുക. അപ്പോൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു 31 മോഡുലസിന് പകരം ഡിവൈഡ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം എക്കോ റിമൈൻഡറിന് പകരം റിസൾട്ട് റിമൈൻഡറിന് റിസൾട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ 31 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 7 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ അതാണ് അതിന്റെ ആൻസർ.
അപ്പൊ ഡിവിഷൻ ചെയ്യാൻ യൂസ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെറ്റ്. പിന്നെ നമുക്ക് ലെറ്റ് കമന്റ് യൂസ് ചെയ്തിട്ട് ഫ്ലോട്ട് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 5.6, അതായത് പോയിന്റ് ശേഷമുള്ള വാല്യൂസ് 5.6, 6.3 അങ്ങനെയുള്ള വാല്യൂസ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എററാണ് കിട്ടുക. സിൻഡെക്സ് എറർ, ഇൻവാലിഡ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ കണ്ട, ഇങ്ങനെ നമുക്ക് എറർ കിട്ടി. ഈ 5.6 പകരം ഞാൻ ഈ 0.6 കളഞ്ഞു, അപ്പൊ നമുക്ക് എറർ ഉണ്ടാവില്ല. ഇനി ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്ത് വിചാരിക്കുക, എക്കോ ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്ത 5+8 കൂടി ആഡ് ചെയ്ത 13 കിട്ടും. തൊട്ട് മേലത്തെ നമ്മളിപ്പോ ഡബിൾ കോട്ടിന്റെ അകത്ത് ചെയ്ത് വിചാരിക്കുക, അതായത് 5.6 പ്ലസ് 8 ഡബിൾ കോട്ടിന്റെ അകത്ത് ചെയ്താലും നമുക്ക് എറർ തന്നെ കിട്ടുക. അതായത് പോയിന്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പറ്റില്ല, ആകെ ഇൻഡിജർ വാല്യൂസ് ആണ് പറ്റുക നമുക്ക്. ഫ്ലോട്ട് വാല്യൂ, ഡബിൾ വാല്യൂ അതൊക്കെ പറഞ്ഞാൽ പോയിന്റിന് ശേഷമുള്ള വാല്യൂ 5.6, 7.6 അങ്ങനെയുള്ള വാല്യൂസ് ഇതിൽ പറ്റില്ല. അതിന് EXPR-ലും പറ്റില്ല. നമ്മുടെ EXPR കമന്റുള്ള ആ ഒരു മെത്തേഡിലും ഇൻഡിജർ മാത്രമേ നമുക്ക് സപ്പോർട്ട് ആവുള്ളൂ. ഇനി എക്കോ കമന്റിൽ നമ്മൾ സ്പേസ് നല്ല ഇമ്പോർട്ടന്റ്. EXPR-ൽ ഓപ്പറന്റും ഓപ്പറേറ്ററും തമ്മിൽ നമ്മൾ സ്പേസ് കൊടുക്കണം. എന്നാൽ നമ്മുടെ ലെറ്റ് കമന്റ് യൂസ് ചെയ്യുമ്പോൾ സ്പേസ് കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ LET ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 5+9 ടൈപ്പ് ചെയ്തു. അതിനുശേഷം എക്കോ വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എക്കോ ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും 14. അതിന് പകരം ഞാൻ 5+9 പകരം 5+ ഒരു സ്പേസ് കൊടുത്തു, അതിനുശേഷം 9 കൊടുത്തു, 9 പകരം 19 കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു, നമുക്ക് എറർ കിട്ടും. ഇതിന് പകരം 5+19 പകരം ഇവിടെ സ്പേസ് മാറ്റി ഈ 5-ന് ശേഷം ഞാൻ സ്പേസ് കൊടുത്തു. ഇതിന്റെ ആൻസർ വരിക റിസൾട്ട് 5 ആയിരിക്കും റിസൾട്ട് വരിക. ഞാൻ ഇതിന് എറർ വരില്ല. റിസൾട്ട് ഈക്വൽ ടു 5 കൊണ്ട് ഇത് സ്റ്റോർ ചെയ്യും. കാരണം ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം എക്കോ കൊടുത്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുക, എക്കോ ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്താൽ 5 ആയിരിക്കും ആൻസർ കിട്ടുക. ഇതിന്റെ മേലെ തന്നെ ടോപ്പിൽ തന്നെ 51 കൊടുത്തിട്ട് ഞാൻ കൊടുത്തു. ഇനി ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്ത് വെച്ചാൽ 51 ആയിരിക്കും ആൻസർ കിട്ടുക. ടോപ്പിൽ ഞാൻ ഈ ഈക്വൽ ടു കഴിഞ്ഞതിന് ശേഷം സ്പേസ് കൊടുത്തു, അപ്പൊ നമുക്ക് എറർ കിട്ടും. ഇനി ടോപ്പിൽ തന്നെ ഈക്വൽ ടു കഴിഞ്ഞു 51-ന് ശേഷമുള്ള സ്പേസ് മാറ്റി, അപ്പോഴും നമുക്ക് എറർ കിട്ടും. അപ്പൊ സ്പേസിന് നല്ല ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ സ്പേസിന്റെ എറർ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഡബിൾ കോട്ട് യൂസ് ചെയ്യും, സ്പേസിന്റെയും അതേപോലെ സ്റ്റാറിന്റെയും. അപ്പൊ ഡബിൾ കോട്ട് യൂസ് ചെയ്താൽ കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഇതിന് തൊട്ട് മേലെ തന്നെ നമ്മൾ ഇവിടെ ഡബിൾ കോട്ട് കൊടുത്തു വിചാരിക്കുക, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു വിചാരിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്ത സെയിം നമ്മൾ വീണ്ടും എറർ കിട്ടി. കാരണം ഡബിൾ കോട്ട് ഇല്ലാത്ത ആ ലൈനെ ഞാൻ പ്രിന്റ് ചെയ്തു. ജസ്റ്റ് ഈ ലൈൻ പ്രിന്റ് ചെയ്യുക, ലെറ്റ് റിസൾട്ട് ഡബിൾ കോട്ടിന്റെ ഉള്ളത് പ്രിന്റ് ചെയ്യുക. അതിനുശേഷം എക്കോ ഡോളർ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. എപ്പോൾ എത്ര ആൻസർ കിട്ടി? 51+19 70. കണ്ട, ഇതേ ലൈൻ തന്നെ ഞാൻ ഡബിൾ കോട്ട് കൊടുത്തിട്ട് ചെയ്തപ്പോൾ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. ഈ 51-ന്റെ ഇവിടെ സ്പേസ് കൊടുത്തിട്ട് ഞാൻ കൊടുത്തു 29 കൊടുത്തു. അതിനുശേഷം എക്കോ ഡോളർ പ്രിന്റ് ചെയ്ത കറക്റ്റ് ആൻസർ കിട്ടും. 51, 29, 70, 80 കിട്ടി. അപ്പോൾ റിസൾട്ട് നമ്മൾ ഡബിൾ കോട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്പേസിന്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതാണ് ഈ ലൈനിൽ പറയുന്നത്. ഓർ വിത്ത് കോഡ്സ് സേഫർ ഫോർ സ്റ്റാർ ആൻഡ് സ്പേസസ്. സ്റ്റാർ ചിലപ്പോൾ സംടൈം വർക്ക് ആവാറുണ്ട്, എന്തെങ്കിലും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാറും അതേപോലെ സ്പേസിന്റെയും ഈ ഒരു റീസൺ കാരണം നമുക്ക് ആൻസർ വരാണ്ടിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ് പിന്നെ ഡബിൾ കോട്ട് അതിന്റെ അകത്ത് എക്സ്പ്രഷൻ കൊടുക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരെ എറർ കിട്ടില്ല. അപ്പൊ എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ EXPR കമന്റിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. EXPR കമന്റിൽ ഓരോ ഓപ്പറന്റും കഴിഞ്ഞതിന് ശേഷം ഓപ്പറേറ്ററും ഓപ്പറന്റും തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് വേണം, എന്നെങ്കിൽ മാത്രമേ അതിന്റെ ആൻസർ കിട്ടുള്ളൂ. പിന്നെ EXPR വെച്ച് കമന്റ് ചെയ്താൽ നേരെ ഔട്ട്പുട്ട് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഒറ്റ സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് ഇപ്പോ ലെറ്റ് വെച്ചിട്ട് ഔട്ട്പുട്ടും കൂടി കിട്ടണമെങ്കിൽ ലെറ്റ് 9+5 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു സെമിക്കോളം കൊടുക്കുക. അത് ആ ലൈനിൽ തന്നെ എക്കോ വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ റിസൾട്ട് ഈക്വൽ ടു 9+5 സ്റ്റോർ ചെയ്തു. അതിനുശേഷം സെമിക്കോളം കൊടുക്കുക. അതിനുശേഷം എക്കോ ഡോളർ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ കിട്ടും. സെമിക്കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈൻ ടെർമിനേറ്റ് ചെയ്തു, ആ ഒരു മീനിങ് വരും. ഒറ്റ ലൈനിൽ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ കമന്റ്സ് ചെയ്യണമെങ്കിൽ സെമിക്കോളം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5+9 അവിടെ റിസൾട്ട് ഈക്വൽ ടു 5+9. ഈ 5-ന്റെ പ്ലസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് കൊടുത്തു വിചാരിക്കുക, അപ്പോഴും നമുക്ക് എറർ കിട്ടും. കേട്ടാ, ഇവിടെ ഒരു സ്പേസ് കൊടുത്തോണ്ട് ആ എറർ കിട്ടി. ഇപ്പൊ തൊട്ട് മേലത്തെ എറർ ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ ഡബിൾ കോട്ട് കൊടുക്കണം. ഇപ്പൊ ഡബിൾ കോട്ട് കൊടുത്തിട്ട് ചെയ്താൽ ലെറ്റ് കമന്റ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതിനാണ് നമ്മൾ ഡബിൾ കോട്ട് യൂസ് ചെയ്യുന്നത്. എക്കോ കൊടുക്കുക, പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ റിസൾട്ട് പ്രിന്റ് ചെയ്യിച്ചാൽ 14 ആൻസർ കിട്ടും. ഇത്രയാണ് നമുക്ക് ലെറ്റ് കമന്റിൽ നോക്കാനുള്ളത്.